ഹലോ കൂട്ടരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാത്രം എടുത്ത് വെച്ച് പൊടി പറത്തി കളിക്കുകയെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 1 സ്പൂൺ അരിപ്പൊടിയും ഒരു 2-3 സ്പൂൺ തൈരുമാണ് കേട്ടോ വേണ്ടത്. അതിനുശേഷം ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. ഇതിന് ഞാൻ അളവൊന്നും വെക്കില്ല, കാരണം ബീട്രൂട്ട് എത്രത്തോളം നമ്മളുടെ ഫേസിലോട്ട് ഇടുന്നോ അത്രത്തോളം നല്ലതാണ്. അങ്ങനെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്, അളവൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നപ്പോൾ അതിൽ തൈര് വളരെ കുറഞ്ഞു പോയി. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ തൈരൊക്കെ എടുത്ത് അതിലോട്ട് യോജിപ്പിച്ചു. മിക്സ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇതൊന്ന് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് രാവിലെ പോയിട്ട് പിന്നെ ഈവനിങ്ങിലല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാനായിട്ട്, അതായത് സ്കിൻ കെയർ പരിപാടികളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. സാറ്റർഡേ സൺഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉച്ചവരെ പോകണം. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ നമ്മളുടെ മറ്റ് കലാപരിപാടികൾ ഞാൻ ചെയ്യാറ്. എന്തെങ്കിലും ചെറിയ വീഡിയോസൊക്കെ എടുക്കാറും ഒക്കെ റീൽസൊക്കെ എടുക്കാറ് ആ സമയത്താണ്. എന്നാലും നമുക്ക് ഫേസ് പാക്കൊന്നും ഇട്ടിട്ട് നമുക്ക് സെൽഫ് കെയർ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല. എന്നാലും ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഒക്ടോബർ 2, പിന്നെ മഹാനവമി, അങ്ങനെയൊക്കെ വരില്ലേ, ദീപാവലി, ആ സമയത്തൊന്നും ഞാൻ ക്ലാസ്സുകൾ വെക്കാറില്ല. അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാറ്. ചില അമ്മമാരുണ്ട്, വിവാഹം കഴിഞ്ഞു പിന്നെ കുട്ടികളായതിനു ശേഷം അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ പുറകെയൊക്കെ ഓടുന്ന അമ്മമാരോടാണ് കേട്ടോ. നമുക്കതിനിടയിലും നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമ്മളെ സ്നേഹിക്കാൻ തന്നെ പലപ്പോഴും മറന്നു പോകാറുണ്ട്. കുട്ടികളുടെ ജനനത്തോടെ അവരുടെ പഠിത്തം, പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ നോക്കി നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നു പോണ പല സിറ്റുവേഷൻസ് നമുക്ക് പലർക്കും ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് കുട്ടികളൊക്കെ ഒരുവിധമായി കഴിയുമ്പോൾ വിചാരിക്കും, ഏജിന് ഇപ്പോൾ ഇത്രയായില്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അങ്ങനെ ഒന്നും ചിന്തിച്ചിരിക്കരുത്. നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം നമ്മളുടെ സ്കിന്നിന് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. അതുമാത്രമല്ല, വർക്കൗട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോകണം. ഈ ഒരു ഫേസ് പാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. എനിക്ക് പറയാതെ വയ്യ. തൈരും അരിപ്പൊടിയും ഒക്കെ നമ്മൾ പഴയ കാലം മുതലേ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. അതിനേക്കാട്ടിലൊക്കെ ഗുണം നമ്മളുടെ ബീട്രൂട്ടിനുണ്ട്. അപ്പോൾ ഇത് 3 കൂടെ ചേർത്തുള്ളൊരു ഫേസ് പാക്ക് ആണെന്നുണ്ടെങ്കിൽ 3ൻ്റെയും കൂടെ ഗുണം നമ്മളുടെ സ്കിന്നിന് കിട്ടുന്നതാണ്. ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻ സിയും ഒക്കെ ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിങ്കിൾസിനും ഫൈൻ ലൈൻസിനും എതിരായിട്ട് ഇത് ഫൈറ്റ് ചെയ്യുന്നു. ബീട്രൂട്ടിന് നാച്ചുറൽ ആയിട്ടുള്ളൊരു പിങ്ക് കളർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ ലിപ്പിൻ്റെ കളർ ഒന്ന് ലൈറ്റൻ ചെയ്തിട്ട് ഒരു പിങ്കി ഷെയ്ഡ് കിട്ടുന്നതാണ് കേട്ടോ. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിനെ കാം ആൻഡ് സൂത്താക്കി വെക്കാൻ സാധിക്കുകയും ഇതിൽ അയേൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ സെൽസിനെ അത് റിപ്പയർ ചെയ്യുകയും ചെയ്യും. കൂടാതെ ബീട്രൂട്ടിൽ വൈറ്റമിൻ സി ആൻഡ് ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും അതുമൂലം നമ്മളുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടുകയും ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ ഫേസ് പാക്കിനെ കുറിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ, എൻ്റെ സ്കിന്നിലോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്കിൻ എത്രമാത്രം ബ്രൈറ്റൺ ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഞാനിതിപ്പോൾ കുളിക്കുന്നതിനേക്കാട്ടും മുന്നാണ് ഞാൻ ഈ ഫേസ് പാക്ക് ഇട്ടത്. ഫേസ് പാക്ക് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കുറേ പണികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാനിത് വൈപ്പ് ചെയ്ത് മാറ്റുന്നത്. വൈപ്പ് ചെയ്ത് മാറ്റാൻ നമ്മുടെ കയ്യിൽ പ്രത്യേകം സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, പണിയായുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് വൈപ്പ് ചെയ്ത് മാറ്റുന്നത്. എനിക്കിത് ബോഡി ഫുള്ള് ഇടണമെന്നുണ്ടായിരുന്നു, കാരണം എൻ്റെ കയ്യിലൊക്കെ നിറച്ച് ടാനായിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട്. ഫേസിലെയും എൻ്റെ കയ്യിലെയും കളർ തമ്മിൽ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റൺ ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിയാണ്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. കുളിച്ച് വന്നതിന് ശേഷം ഡെയിലി സ്കിൻ കെയർ ആണ്. അതിനായിട്ട് ഞാൻ എൻ്റെ ടോണറാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് എംകഫേൻ്റെ ടീ ട്രീയുടെ ഒരു ടോണറാണ് കേട്ടോ. ഇതൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അടിപൊളി ടോണർ എന്ന് വെച്ചാൽ അടിപൊളി ടോണറാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഈ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ എൻ്റെ കൂടെയുള്ള ഒരുത്തനാണ് വൈറ്റമിൻ സി. ഇവനില്ലാതെ ഞാൻ പുറത്തേക്ക് പോകാറില്ല, ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാറുമില്ല. ഇത് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഓർഡർ ചെയ്ത് വരുത്താറുമുണ്ട്. അപ്പോൾ ഇതേതാണ്ട് തീരാറായി, ഇപ്പോൾ 4-5 ബോട്ടിലായി ഞാനിത് വാങ്ങിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിച്ച് എൻ്റെ സ്കിന്നിലുണ്ടായിരുന്ന മാറ്റം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതൊന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യലാണ്. മോയ്സ്ചറൈസർ ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോസാറക്സിൻ്റെ സ്നെയിൽ എസൻസ് സംഭവം കിടുക്കാച്ചിയാണ് കേട്ടോ. പണ്ടൊക്കെ ഈ ഒച്ചെന്ന് പറയുമ്പോൾ കാണുമ്പോഴേ തന്നെ ഛർദ്ദിക്കാൻ വരും. അങ്ങനത്തെ ഞാനാണ് ഇപ്പോൾ അതിൻ്റെ എസൻസ് എടുത്തിട്ട് മുഖത്ത് മുഴുവൻ വാരിപ്പൂശുന്നത്. കാലം പോയ പോക്കൊന്ന് ആലോചിച്ച് നോക്കണേ. അങ്ങനെ സൺസ്ക്രീൻ ഇടാൻ വേണ്ടി എടുത്തപ്പോഴാണ് കുഞ്ചമണി വന്നിട്ട് പറയുന്നത് അവന് കളിക്കാൻ പോകണം. ഇവന്മാരുടെ കളി എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ വേഗം പിടിച്ചു നിർത്തി ഞാൻ ആ സൺസ്ക്രീൻ അങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തു.
അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഏതാണ്ട് കരിപ്പിടികളെ പോലെ ആയിരിക്കും തിരിച്ച് വരുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രൊട്ടക്ഷൻ ആണല്ലോ. അപ്പോൾ വേഗം VLCCയുടെ ആ ഒരു സൺസ്ക്രീൻ തന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അവൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, അവന് ഈ പരിപാടി തീരെ ഇഷ്ടമല്ല. അതിനുശേഷം ഞാനും സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം വീട്ടിലാണ് നിൽക്കുന്നത്, വീട്ടിനകത്താണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇനി വല്ല കാരണവശാലും പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാലോ, അത് മാത്രമല്ല നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ജെല്ലിൻ്റെ അടുത്ത് പോകുന്നതാണ്. അപ്പോഴൊക്കെ ഈ സൂര്യമാമൻ്റെ ഒരു പ്രകാശം ഉണ്ടല്ലോ, അത് നമ്മളുടെ സ്കിന്നിലോട്ട് കൊള്ളുന്നത് തീരെ നല്ലതല്ല. അതുകൊണ്ട് തന്നെ നല്ലോണം അടിച്ച് പരത്തി മുഖത്തോട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ പാടുപെട്ടിട്ടാണെന്നുണ്ടെങ്കിലും അവനങ്ങനെ സ്കിന്നിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പുറത്തൊന്നും പോകണില്ലെങ്കിലും കുറി തൊടൽ പതിവാണ്. അപ്പോൾ അത് കാരണം ഒരു കുറി അങ്ങോട്ട് തൊട്ടു. ഒരു കുറിയല്ല, 2 കുറി തൊടാറുണ്ട്. ഒന്ന് കളഭവും പിന്നൊന്ന് കണ്ണൻ്റെ അരങ്ങേറ്റത്തിന് മൂകാംബികയിൽ പോയപ്പോൾ അവിടുന്ന് കിട്ടിയൊരു പ്രസാദമാണ്, റെഡ് ചന്ദനല്ലേ, നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും പലർക്കും. അപ്പോൾ അതും അങ്ങോട്ട് തൊട്ടു. ഇന്നത്തെ എൻ്റെ സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞു. സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, എങ്കിൽ തന്നെ പകുതി മുക്കാലും സ്ത്രീകളും രക്ഷപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ ഉമ്മ.